നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മണീനെ പറ്റിയല്ലേ പഠിച്ചേ അല്ലേ? യെസ്. പൈസയിൽ നിന്ന് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാനും രൂപയിൽ നിന്ന് പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇനി എന്താ പഠിക്കണ്ടേ? പേജ് നമ്പർ 120 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 120. അതിനകത്ത് അഡീഷൻ ഓഫ് റുപ്പീസ് ആൻഡ് പൈസ കണ്ടോ? എക്സൈസ് 6.5 തൊട്ട് താഴെ അഡീഷൻ ഓഫ് റുപ്പീസ് ആൻഡ് പൈസ. അപ്പൊ നമുക്ക് റുപ്പീസിന്റെയും പൈസയുടെയും അഡീഷൻ നോക്കാം അല്ലെ? അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആഡ് 25 rupees and 45 paise and 32 rupees and 25 paise. കണ്ടോ? എക്സാമ്പിൾ കണ്ടോ? എല്ലാരും കണ്ടോ? എങ്ങനെ ചെയ്യാം? ആദ്യം പൈസകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, ആദ്യം പൈസകൾ തമ്മിൽ ആഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? റുപ്പീസ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇതില് 25 rupees 45 paise, അതിനോടുകൂടി എന്താ ആഡ് ചെയ്യണ്ടേ? 32 rupees 25 paise. ആദ്യം എന്ത് ചെയ്യണം? പൈസകളെല്ലാം ആഡ് ചെയ്യാം. ഇവിടെ ഏതൊക്കെ പൈസ ആഡ് ചെയ്യാല്ലേ? 45 പൈസയും 25 പൈസയും രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 70 പൈസ. 45ഉം 25ഉം കൂടി ആഡ് ചെയ്താൽ 70 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ 70 പൈസയായി. ഇനി നമുക്ക് റുപ്പീസ് ആഡ് ചെയ്യണം. 25 rupees 32 rupees. 25ഉം 32ഉം കൂടി ആഡ് ചെയ്താൽ we get 57. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 57 rupeesഉം 70 പൈസ. നമുക്ക് എക്സൈസ് 6.6 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 121 കണ്ടോ? പേജ് നമ്പർ 121 എക്സൈസ് 6.6 ആഡ് എന്നുള്ളത് ചെയ്തു നോക്കിയാലോ? ഓക്കെ, മിസ്സിന്റെ കൂടെ തന്നെ ചെയ്തോ, നോക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 28 rupees, wait, 28 rupees 35 paise. 35 paise add 16 rupees 55 paise. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോ ആദ്യം ഏതാ ആഡ് ചെയ്യണ്ടേ? പൈസ ആഡ് ചെയ്യണം അല്ലേ? ടോട്ടൽ പൈസ എത്രയാന്ന് ആഡ് ചെയ്യണം. ഒരു മിനിറ്റ്. പൈസകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോ 5 plus 5 10 ന് 0, remaining 1, 3 plus 5 8, 8 plus 1 9, 90 paise. Then rupees തമ്മിൽ ആഡ് ചെയ്യാം. റുപ്പീസ് ആഡ് ചെയ്യുമ്പോ 8 plus 6 14,
14 4 എഴുതി. റിമൈനിങ് 1. 2 plus 1. 2 plus 1 3. 3 plus 1 4. 44 rupees. 44 rupees. എത്ര കിട്ടി? 44 rupees 90 paise. മനസ്സിലായോ? മണി ആഡ് ചെയ്യുന്ന മനസ്സിലായോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി മിസ് പറഞ്ഞുതരാം. രണ്ടാമത്തേത് 78 rupees 78 rupees 65 paise. 65 paise plus 29 rupees 29 rupees 5 paise. ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ ആദ്യം പൈസ ആഡ് ചെയ്യാം. 5 plus 5 0. റിമൈനിങ് 1. 6 plus 1 7. 70 paise. റുപ്പീസ് ആഡ് ചെയ്യുമ്പോൾ 9 plus 8 17. റിമൈനിങ് 1. 7 plus 2 9. 9 plus 1 10. 107 rupees. 78 rupees 65 paise plus 29 rupees 5 paise is equal to 107 rupees 70 paise. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാലോ. ഇപ്പൊ തന്നെ ചെയ്തോ. മൂന്നാമത്തെയും നാലാമത്തെയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആഡ് എന്ന് പറഞ്ഞിട്ട് റുപ്പീസും പൈസയും കൊടുത്തിട്ട് അതൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചേ. 3ഉം 4ഉം പിന്നെ ബിയിലെ 1 2 3 4 4 6 ക്വസ്റ്റ്യൻ. അത് 6 ഒന്ന് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഏകദേശം എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ആൻസർ പറയാം. തേർഡ് വൺ 20 rupees plus 30 paise. Sorry, 20 rupees 30 paise plus 42 rupees 35 paise. Answer 62 rupees 65 paise. ആണോ? Yes, okay. Then fourth one 63 rupees 50 paise plus 89 rupees 25 paise. Answer 152 rupees 75 paise. ആണോ? Yes. Okay. Then D question le first one 57 rupees 60 paise plus 24 rupees 30 paise. Answer 81 rupees 90 paise. ആണോ? അഫ്ലൂന് തെറ്റിപ്പോയോ? 81 rupees 90 paise. Second one 47 rupees 20 paise plus 56 rupees 35 paise is equal to 103 rupees 55 paise. ആണോ? 103 rupees 55 paise. Second one. Okay, then third one 54 rupees 15 paise plus 28 rupees 45 paise is equal to 82 rupees 60 paise. Okay, very good. Then last one 17 rupees 34 paise plus 18 rupees
17 rupees 34 paise plus 18 rupees 45 paise is equal to 35 rupees 79 paise. 35 rupees 79 paise. Okay, appo rupees-ന്റെയും പൈസയുടെയും addition നമ്മൾ പഠിച്ചു അല്ലേ? ഇനി എന്താ പഠിക്കണ്ടേ? addition പഠിക്കുമ്പോ എന്തുകൂടി പഠിക്കണം? additionന്റെ കൂടെ subtraction കൂടി പഠിക്കണം അല്ലേ? നമ്മള് പൈസ നമ്മൾ കൂട്ടുകയും ചെയ്യും കുറക്കുകയും ചെയ്യും. എവിടെയാ കുറക്കുന്നത് നമ്മൾ പൈസ? എവിടെയാ കുറക്കുന്നേ? നമ്മളിപ്പോ കടയിൽ പോയിട്ട് 100 രൂപ കൊടുത്തു, 70 രൂപയുടെ സാധനം വാങ്ങി, ബാക്കി എത്ര കടക്കാരൻ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണ്ടേ? കുറക്കണം അല്ലേ? 100 രൂപ കൊടുത്തിട്ട് ബാക്കി എത്ര കിട്ടുന്നു നോക്കാൻ വേണ്ടി 100-ൽ നിന്ന് 70 കുറക്കണം. 70 കുറച്ചാല് ബാക്കി 30 രൂപ അത് കിട്ടും അല്ലേ? 70 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിയിട്ട് 100 രൂപ കൊടുത്താല് ബാക്കി എത്രയാണ് തിരിച്ചു തരുന്നത് കൃത്യമായിട്ട് തരുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ മൈനസ് ചെയ്ത് നോക്കണം, സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. 100 minus 70 that is equal to 30. അപ്പൊ 30 രൂപയാണോ നമുക്ക് അയാൾ തിരിച്ചു തരുന്നത് നമ്മൾ നോക്കണം അല്ലേ? ഇനി റുപ്പീസും പൈസയും ഒക്കെ ഉള്ളതാണെങ്കിലോ അത് കുറയ്ക്കാൻ നമ്മൾ പ്രത്യേകം തന്നെ ഇപ്പൊ ആഡ് ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാനും നോക്കണം. അതിന് എക്സാമ്പിൾ നോക്കിയാലോ? പേജ് നമ്പർ 121 subtraction of rupees and paise. Subtraction of rupees and paise. Example, subtract 43 rupees 60 paise from 64 rupees 75 paise. Question കണ്ടോ എല്ലാരും? കണ്ടോ? 43 rupees 60 paise ഏതിൽ നിന്ന് കുറക്കണം? 64 rupees 75 paise. നമ്മൾ അഡീഷൻ ചെയ്തതുപോലെ തന്നെ ആദ്യം പൈസകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. പൈസകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? 64 rupees 75 paise മൈനസ് 43 rupees 60 paise. ആദ്യം 75 പൈസയിൽ നിന്ന് 60 paise മൈനസ് ചെയ്യാം. 75 പൈസയിൽ 60 paise മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 15 paise. അടുത്ത എന്താ ചെയ്യണ്ടേ? 64 rupeesൽ നിന്ന് 43 rupees മൈനസ് ചെയ്യണം. എന്ത് ചെയ്യണം? 64 rupeesൽ നിന്ന് 43 rupees മൈനസ് ചെയ്യണം. എത്ര കിട്ടും? 21 rupees. അപ്പൊ എത്രയാണ് നമ്മുടെ ആൻസർ? 21 rupees 15 paise. നമ്മൾ അഡീഷൻ ചെയ്തതുപോലെ തന്നെ ആദ്യം പൈസകൾ തമ്മിൽ കുറയ്ക്കാം, പിന്നെ റുപ്പീസ് തമ്മിൽ കുറയ്ക്കാം. ഓക്കെ, ടേക്ക് യുവർ നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 122. അതിനകത്ത് എക്സൈസ് 6.7 കണ്ടോ? എക്സൈസ് 6.7. ഓക്കെ, അപ്പൊ അതിലെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ? 81 rupees 60 paise മൈനസ് 43 rupees 50 paise. മിസ് ചെയ്തു തരണോ? ചെയ്തു തരണോ? ഓക്കെ, ഒന്ന് ചെയ്തു തരാം, ബാക്കി നിങ്ങൾ ചെയ്തോട്ടോ. എത്രയായിരുന്നു? 81 rupees 60 paise 60 paise minus 43 rupees 50 paise. എത്ര സബ്ട്രാക്ട് ചെയ്താൽ? ആദ്യം പൈസ സബ്ട്രാക്ട് ചെയ്യാം. 0 minus 0 0, 6 minus 5 1, 10 paise
then rupees subtract ചെയ്താല് 1 ൽ നിന്ന് 3 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ? 8 ൽ നിന്ന് 1 ബോറോ ചെയ്യാ. 11 മൈനസ് 3 8. ബാക്കി ഇവിടെ 7 ബാക്കിയുള്ളൂ. 7 മൈനസ് 4 3 38 rupees. അപ്പൊ എത്ര ഫൈനൽ ആൻസർ? 38 rupees 10 paise. അഡീഷൻ ചെയ്യുന്നത് പോലെ തന്നെ സബ്ട്രാക്ഷനും ചെയ്യേണ്ടത്. അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തേ. എക്സസൈസ് 6.7 രണ്ടാമത്തെ ക്വസ്റ്റ്യനും ബിയിലെ 4 എണ്ണം കഴിഞ്ഞോ? നോ. ഓക്കെ, ചെയ്തോ. കഴിഞ്ഞില്ലേ? സബ്ട്രാക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ആണോ? എന്താ അഡിഷൻ പോലെ എളുപ്പമല്ലേ സബ്ട്രാക്ഷൻ? കുറേ സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്തതല്ലേ, എന്നിട്ട് എന്താ ഇത്രയും സമയം എടുക്കുന്നേ? എന്താ ടൈമും തീരാറായി. ഓക്കെ, മിസ് ആൻസർ പറഞ്ഞുതരാം, നിങ്ങൾ നോക്കിക്കോട്ടോ. Second one, 78 rupees 35 paise minus 57 rupees 25 paise. Answer 21 rupees 10 paise. Okay. Then രണ്ടാമത്തെ B question le first one 94 rupees 85 paise minus 91 rupees 36 paise. Answer 3 rupees 49 paise. Okay. Then second one 83 rupees 50 paise minus 79 rupees 45 paise. Answer 4 rupees 5 paise. 4 rupees 5 paise. 5 paise എന്ന് പറഞ്ഞാൽ 0.5 paise. Okay, then third one 76 rupees 75 paise minus 57 rupees 28 paise. Answer 19 rupees 47 paise. 19 rupees 47 paise. ആരുടെ ഭാഗത്തുനിന്നും റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, ഫോർത്ത് വൺ 96 rupees 71 paise minus 84 rupees 52 paise. Answer 12 rupees 19 paise. ഓക്കെ, അപ്പോ ഇതോടുകൂടി നമ്മുടെ സെമസ്റ്റർ 1 തീർന്നു. അടുത്ത ക്ലാസ്സില് നമുക്ക് സെമസ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സെമസ്റ്റർ 1ൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? നമ്പേഴ്സ് പഠിച്ചു, നമ്പേഴ്സിന്റെ അഡിഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, കുറച്ച് ഷേപ്സ് പഠിച്ചു, പാറ്റേൺസ് പഠിച്ചു, മണി പഠിച്ചു. ഓക്കെ, ഇനി സെമസ്റ്റർ 2ല് നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കാം. മിസ് ജസ്റ്റ് പറഞ്ഞുതരാം. പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്, ഡിവിഷൻ പഠിക്കാനുണ്ട്, ഫ്രാക്ഷൻ പഠിക്കാനുണ്ട്, മെഷർമെന്റ് പഠിക്കാനുണ്ട്, ടൈം പഠിക്കാനുണ്ട്, പിന്നെ ഡാറ്റ ഹാൻഡ്ലിംഗ്. അപ്പോ സെമസ്റ്റർ 1 വെച്ച് നോക്കുവാണെങ്കിൽ സെമസ്റ്റർ 2 കുറച്ചുകൂടി ടഫ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സിൽ കയറിയാൽ പിന്നെ ചുറ്റുവട്ടത്തുള്ളത് ഒന്നും ശ്രദ്ധിക്കേണ്ട, ക്ലാസ് മാത്രം ശ്രദ്ധിക്കുക. കാരണം കുറച്ച് ടഫ് ഉണ്ട് പഠിക്കാൻ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെയാ വരുന്നത്. അപ്പോ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. അഥവാ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ് ഒരു 3-4 തവണ കേൾക്കാം. ഓക്കെ, കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യാം. എന്നാൽ നമുക്ക് ഇതേപോലെ തന്നെ സെമസ്റ്റർ 2 പെട്ടെന്ന് തീർക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് റിവിഷൻ വെക്കാം. ഓക്കെ, എന്താ ഫാത്തിമ മെഹറിൻ? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ.
കേൾക്കുന്നില്ല മോളെ? മോഡൽ ടെസ്റ്റോ? മോഡൽ ടെസ്റ്റ് പേപ്പർ നമുക്ക് പിന്നെ റിവിഷന്റെ ടൈമിൽ ചെയ്യാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചാപ്റ്റേഴ്സ് തീർത്തിട്ട് മോഡൽ ടെസ്റ്റ് നമുക്ക് റിവിഷൻ ടൈമിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാരും അടുത്ത ക്ലാസ്സിൽ സെമസ്റ്റർ 2 ബുക്ക് കയ്യിൽ വെക്കുക. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഇല്ലേ? സെമസ്റ്റർ 2 ടെക്സ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ സെമസ്റ്റർ 2 എടുക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാട്ടോ. ഇന്നിന് ഹോംവർക്ക് ഒന്നും വേണ്ട, ഏതായാലും സെമസ്റ്റർ 1 കഴിഞ്ഞല്ലേ, ഹോംവർക്ക് ഒന്നും വേണ്ട. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.